നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും വാക്കുപോരുകളും തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വ്യാജന്മാരും കളം നിറയുന്നുണ്ട്. ഇവർ യഥേഷ്ടം ആരോപണങ്ങൾ അഴിച്ചുവിടുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. ഇത്തരത്തിൽ തനിക്ക് BJPയുടെ വോട്ട് മാത്രം മതിയെന്നും മുസ്ലിം വോട്ടുകൾ വേണ്ട എന്നും കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എന്ന അവകാശവാദവുമായി ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ വാസ്തവം എന്താണെന്നറിയാം. കാന്തപുരത്തിന്റെ വോട്ടും മുസ്ലിമിന്റെ വോട്ടും എനിക്ക് വേണ്ട, എനിക്ക് BJPയുടെ വോട്ട് മാത്രം മതി എന്ന തലക്കെട്ടോടുകൂടി പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപമാണ് ഈ കാണുന്നത്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. 2020 നടന്ന ഒരു ചാനൽ ചർച്ചയിൽ നിന്നുള്ള വീഡിയോയുടെ ഭാഗമാണ് ഇത്. പോസ്റ്റിന്റെ ആർക്കൈവ് ചെയ്ത ലിങ്ക് പ്രചരിച്ചതിലുള്ള വീഡിയോ ഇപ്പോൾ മീഡിയ വൺ ചാനലിൻ്റെതാണ് എന്നാണ് ലോഗോയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഫോണിലൂടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംസാരിക്കുന്നത്. സ്ക്രീനിന്റെ മറ്റൊരു വശത്ത് RGCBയുടെ പുതിയ ക്യാമ്പസിന് ഗോൾവാൾക്കറിന്റെ പേര് നൽകിയെന്ന് എഴുതിയിട്ടുമുണ്ട്. ഈ സൂചന ഉപയോഗിച്ച് നടത്തിയ സെർച്ചിലൂടെ 2020 ഡിസംബർ 5-ന് മീഡിയ വൺ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ചാനൽ ചർച്ചയുടെ വീഡിയോയാണ് ലഭ്യമായത്. RGCB പുതിയ ക്യാമ്പസിൽ ഗോൾവാൾക്കറിന്റെ പേര് കൊമ്പുകോർത്ത് TG മോഹൻദാസും ഉണ്ണിത്താനും എന്ന തലക്കെട്ടിലാണ് വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന് ഹിന്ദു എന്ന് കേട്ടാൽ വെറുപ്പ് തോന്നിയത് കാസർഗോഡ് നിന്നും ജയിച്ചതുകൊണ്ടാണോ എന്ന BJP നേതാവ് TG മോഹൻദാസിന്റെ ചോദ്യത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ മറുപടിയാണ് വീഡിയോയിലുള്ളത്. ഇതിൽ നിന്നും 17 സെക്കൻഡ് മാത്രമുള്ള ഭാഗം അടർത്തിയെടുത്താണ് പ്രചരിപ്പിക്കുന്നത്. കാസർഗോഡ് BJPക്ക് അതിശക്തമായ വേരോട്ടമുള്ള ജില്ലയാണ്. BJPക്കാരും കൂടി വോട്ട് ചെയ്തിടത്താണ് ഞാൻ അവിടെ ജയിച്ചത്. മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്തു. 40,438 വോട്ടിന്റെ ഭൂരിപക്ഷം എനിക്ക് കിട്ടി എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുമുണ്ട്. ഇതിനുശേഷമാണ് വൈറൽ വീഡിയോയിൽ കാണുന്ന ഭാഗം വരുന്നത്. കോൺഗ്രസ് തോറ്റ സീറ്റിൽ ജയിക്കാനും കൂടുതൽ ഭൂരിപക്ഷം നേടാനുമായി BJP CPM വോട്ടുകൾ കിട്ടിയെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. മീഡിയ വൺ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ച 4.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ 4 മിനിറ്റ് മുതലുള്ള ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത്. ആർക്കൈവ് ചെയ്ത ലിങ്ക് പ്രചാരത്തിലുള്ള പോസ്റ്റിൽ ആരോപിക്കുന്നത് പോലെ കാന്തപുരത്തിന്റെയും മുസ്ലിങ്ങളുടെയും വോട്ടുകൾ തനിക്ക് വേണ്ട എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു. ഇത്തരം റിപ്പോർട്ടുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളുടെയും കാന്തപുരത്തിന്റെ വോട്ടുകൾ വേണ്ട എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടില്ല എന്നും പ്രചരിക്കുന്ന വീഡിയോ ചാനൽ ചർച്ചയിലെ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്തതാണ് എന്നും വ്യക്തമാവുകയാണ്. സമാന രീതിയിൽ പലതരത്തിലുള്ള വ്യാജ ചിത്രങ്ങൾ, ഫോട്ടോകൾ, വാർത്തകൾ എന്നിവ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അങ്ങനെ UDF ആയിക്കോട്ടെ, അങ്ങനെ ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെയും വ്യാജ വീഡിയോകൾ, വ്യാജ ചിത്രങ്ങളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഇപ്പോൾ.